ആരാണെന്ന് ഡോജി തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഹാരി ആയിരിക്കും. കുറച്ച് സമയം മ്യൂസിക് കേൾക്കുന്നത് ആങ്സൈറ്റിക്ക് നല്ലതാണെന്ന് അവൾ പറയും. അവനെ ദൂരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾ സമ്മതിക്കത്തില്ല. ഇതിന്റെ പവർ ഓഫ് ആയി എന്ന് അവൻ പറയും. അപ്പോൾ അവൾ ഒരു ചൂയിങ് ഗം എടുത്തു കൊടുക്കും. ഇത് നല്ലതാണെങ്കിൽ കുറച്ച് സമയം ഇത് കഴിച്ചോളൂ എന്ന് അവൾ പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞില്ലേ എന്ന് അവൻ ദേഷ്യത്തിൽ തിരിച്ചു ചോദിക്കും. ഇയാൾ ഒട്ടും ഓക്കെ അല്ല. ഇന്നലെ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി സോനു സോനു എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരയുന്നുണ്ടായിരുന്നു എന്ന് അവളെ നേരം പറയും. അത് കേൾക്കുമ്പോൾ അവന് ദേഷ്യം കൂടും. ഇയാളോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇന്നലെ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് ശരി, പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് ഇയാള് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. ദയവ് ചെയ്ത് ഇയാള് ലൈൻ ക്രോസ് ചെയ്യരുതെന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോകും. ഞാനെപ്പോഴാണ് ലൈൻ ക്രോസ് ചെയ്തതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കിനും അവന് ആരെയോ ഫോൺ ചെയ്തിട്ട് എനിക്ക് ഉടനെ തന്നെ മറ്റൊരു മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം, ഞാൻ ഷിപ്പിൽ കയറാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയും പിടിച്ച് പോകും. അടുത്ത ആഴ്ച ഒരു പുതിയ നേഴ്സും കൂടി അവരുടെ ഹെൽത്ത് സെന്ററിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ വരുന്ന നേഴ്സ് തേർഡ് ഇയർ ആണ്. ജംഗ്സൂൺ അവിടെ ഫോർത്ത് ഇയർ ആണ്. അതുകൊണ്ട് അവള് സീനിയർ ആകുന്നുള്ള സന്തോഷത്തിലാണ്. അത് നോക്കുമ്പോൾ ലാസ്റ്റ് ഫെറിയും വന്നിട്ട് പോയി. പക്ഷെ ഡോജി എത്തിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോജി എവിടേക്ക് വരും. ഫെറിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി എന്നാണ് അവരോട് അവൻ പറയുന്നത്. പിറ്റേ ദിവസം ഡോജിയെ കാണാൻ വരുന്നത് മിസ്റ്റർ ലീ ആണ്. അയാൾക്ക് ചുമയാണ്. 1 മാസത്തേക്കുള്ള മരുന്ന് ഒന്നിച്ചു കൊടുക്കണം എന്നാണ് അയാൾ ലീയുടെ അടുത്ത് പറയുന്നത്. കാരണം അതേ ഗുളിക തന്നെയാണ് വൈഫും കഴിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഒരാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് മറ്റൊരാൾ കഴിക്കാൻ പാടില്ല. കൃത്യമായിട്ട് എന്ത് രോഗമാണെന്ന് നോക്കിയതിനു ശേഷം മാത്രമേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. തന്നെയല്ല 1 മാസത്തേക്കൊന്നും ഒരുമിച്ച് തരാനും പറ്റത്തില്ല എന്ന് അവൻ പറയും. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. 2 ആഴ്ചത്തേക്കൊക്കെ ഞാൻ ഒന്നിച്ച് ഗുളിക വാങ്ങി പോയിട്ടുണ്ട്. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഞാൻ ബിസിയാണ്. എനിക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല എന്ന് പറയും. സാറിന്റെ ചുമ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അത് ഒരുപാട് നാൾ നിൽക്കുവാണെങ്കിൽ ന്യൂമോണിയ ആയിട്ട് മാറും. അതുകൊണ്ട് 3 ദിവസത്തേക്കുള്ള മരുന്ന് മാത്രമേ ഞാൻ തരത്തുള്ളൂ. അതിനുശേഷം എന്നെ വന്ന് കാണണം എന്ന് അവൻ പറയും. അയാളെ തർക്കിച്ചുകൊണ്ട് നിൽക്കും. ഗുളിക വാങ്ങാൻ ചെല്ലുമ്പോൾ 3 ദിവസത്തേതേ ഉള്ളൂ എന്ന് കാണുമ്പോഴത്തേക്കിനും അയാൾ ഹാങ്ങിനെടുത്തും ദേഷ്യപ്പെടും. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് മാത്രമേ എനിക്ക് തരാനായിട്ട് പറ്റത്തുള്ളൂ. ലോ അങ്ങനെയാണെന്ന് അവർ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടുന്ന് പോകുന്നത്. ഡോക്ടർ കുറച്ചും കൂടിയൊക്കെ ഫ്ലെക്സിബിൾ ആവണമെന്ന് ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ് ഹാങ് ഡോജി എടുത്ത് പറയും. ഇവിടെ പേഷ്യൻസ് വന്ന എന്തെങ്കിലും ഗുളികയൊക്കെ വേണമെന്ന് പറയുവാണെങ്കിൽ കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ അതവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അവരങ്ങനെ പലതും വന്ന് ചോദിക്കും. പക്ഷെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള മരുന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവൻ പറയും. അന്നേരം ചിയോങ്ങും അത് ശരിയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഹാങ്ങിന് ദേഷ്യം വരും. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ള ആളുകളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോഴേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാർക്ക് അങ്ങോട്ടേക്ക് കുറെ ഫ്രൂട്ട്സും ഫിഷിന്റെ ലിവറും ഒക്കെ ആയിട്ട് വരുന്നത്. ഡോജി അയാളുടെ ലൈഫ് രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഇനിയും ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഡിഷസ് ഒക്കെ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ തിരിച്ചു പോകുന്നത്. അപ്പൊ ഐലൻഡിലുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. ഐലൻഡിൽ ആകെ ഒരു സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ. അത് രാത്രി വരെ ഒന്നും തുറന്നിരിക്കത്തില്ല സിറ്റിയിലെ പോലെ. അവിടെ സാധനങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് പോകും. അതുകൊണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഇപ്പൊ അവിടെ ബിയറൊക്കെ വന്നിട്ടുണ്ട്, തുറന്നിരിപ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി വാങ്ങാനായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് കാണുമ്പോൾ അവൻ ബിയർ വാങ്ങാനായിട്ട് പോകും. സിറ്റിയിൽ കിട്ടുന്ന ബ്രാൻഡൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ അവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി വന്ന കവറിൽ അവിടെ ഉണ്ടായിരുന്ന ബിയർ മുഴുവൻ വാങ്ങിക്കൊണ്ട് പോകും. അത് ഹാരി ആയിരുന്നു. ഇയാൾ എല്ലാ ദിവസവും കുടിക്കാറുണ്ടോ? ഹെൽത്തിന് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോജി കൂടെ ചെല്ലും. ഇയാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ കുറേ ബോട്ടിൽസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് വേണം, അത്രയല്ലേ ഉള്ളൂ. വെറുതെ എൻ്റെ സംസാരിക്കാനായിട്ട് തരണ്ട. ഇയാൾ വെറുതെ ലൈൻ ക്രോസ് ചെയ്യാൻ നിൽക്കണ്ടെന്ന് അവൾ പറയും. അതിനവന് മറുപടിയൊന്നുമില്ല. അല്ല, എനിക്കൊരു സംശയം, ഞാൻ എവിടെ പോയാലും ഇയാളുണ്ടല്ലോ, എന്നെ സ്റ്റോക്ക് ചെയ്യണോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്നെ സ്റ്റോക്ക് ചെയ്യുകയാണെന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ഫെറിയിൽ കയറാനായിട്ട് ആദ്യം വന്നത് ഞാനാണ്, ഇവിടെ ചോറിൽ വന്നത് ഞാൻ തന്നെയാണെന്ന് അവൻ മറുപടി കൊടുക്കുന്നുണ്ടേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ പോകും. നേരം അവിടെ കിടന്നൊരു ഫിഷിംഗ് നെറ്റിന്റെ റോപ്പിൽ തട്ടി വീഴാനായിട്ട് പോകും. ഡോജി താഴെ വീഴാതെ ഹാരി പിടിക്കുന്നുണ്ടെങ്കിലും ലൈൻ ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവൾ കൈവിടും. അവൻ താഴെ വീഴും. കയ്യിലുണ്ടായിരുന്ന കവറെല്ലാം കൂടി താഴെ പോകും. അതിലെ സാധനങ്ങളെല്ലാം പുറത്താവും. അവൻ ആകെ ഒരു ബിയറിന്റെ കുപ്പിയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് റോഡിൽ പോയി പൊട്ടി ഒലിച്ചു പോകുന്നത് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ടി വരും. പുതുതായിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ വരുന്ന നേഴ്സ് ഹാരിയാണ്. അവള് വലിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാൻഡ് മദർ ഐലൻഡിലായതുകൊണ്ട് ചെറുതിലെ മുതൽ ഇങ്ങോട്ടേക്ക് വന്ന് ഐലൻഡ് നല്ല പരിചയമാണ്, അവിടുത്തെ ആളുകളെ അറിയാം. ഹാങ് ഓരോരുത്തർക്കായിട്ട് അവളെ പരിചയപ്പെടുത്തി കൊടുക്കും. ഡോജിയെ കാണുമ്പോൾ ഇയാൾ ഇവിടുത്തെ ഡോക്ടർ ആയിരുന്നു എന്ന് അവൾ ചോദിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പോൾ പരിചയം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അതിന് ലൈൻ ക്രോസ് ചെയ്യുന്നതായാലോ എന്ന് അവൾ അർത്ഥം വെച്ച് പറയും. ഡോക്ടർ ചിയോൺ ആണെങ്കിൽ അങ്ങോട്ടേക്ക് എന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തും. ഇയാളെ വീണ്ടും കാണാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ നേരത്തെ അവന് എങ്ങനെയോ ഹാരിയെ അറിയാം, പക്ഷെ ഹാരി ആണെങ്കിൽ അവനെ തിരിച്ചറിയുന്നില്ല. ഐലൻഡിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അയാളുടെ മോള് ഹെൽത്ത് സെന്ററിലേക്ക് വിളിക്കും. ഡോക്ടേഴ്സ് ആണെങ്കിലും പോയി നോക്കണം എന്ന് പറയും. മിസ് വാങ് ഡോജിയുടെ അടുത്താണ് അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നത്. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ല എന്ന് പറയുമ്പോൾ പരിചയമുള്ള ഒരാളെ കൂടെ വിടാമെന്ന് പറഞ്ഞിട്ട് ഹാരിയാണ് അവന്റെ കൂടെ പറഞ്ഞു വിടുന്നത്. കുറച്ച് കഴിയുന്ന തന്നെയാണ് ബോട്ടിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് ഡോജിക്ക് മനസ്സിലാകുന്നത്. ഹാരി അവനെ മൈൻഡ് ചെയ്യാതെ ബോട്ടിലെ ആളുടെ അടുത്ത് കിം എന്ന് പറഞ്ഞ ഒരാളെ അറിയാമോ എന്ന് ചോദിക്കും. മൗണ്ടൻ ടോപ്പിലാണ് അയാൾ താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് ചെന്ന അയാളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്ന് ബോട്ടിലെ ആള് പറയുന്നത് കേൾക്കുമ്പോൾ ചിലരെ പോലെ ലൈൻ ക്രോസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആളായിരിക്കും എന്ന് ഹാരി വീണ്ടും പറയും. അങ്ങോട്ടേക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പോകാൻ പറ്റുമോ എന്ന് ഡോജി അയാളുടെ അടുത്ത് ചോദിക്കും. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ നടക്കുകയാണെങ്കിൽ ആ മൗണ്ടന്റെ അവിടെ ചെല്ലാൻ പറ്റും. പിന്നീട് ഹില്ല് കയറണം, അത്രയും മെനക്കെടാനൊക്കെ ആരെങ്കിലും നിൽക്കുമോ എന്ന് അയാൾ ചോദിക്കും. ഞാൻ നടന്നു പൊക്കോളാം, ഇയാൾ ബോട്ടിൽ വന്നോളൂ എന്ന് ഹാരി അടുത്ത് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നടക്കും. അങ്ങനെ ഹാരി അവന്റെ കൂടെ ചെല്ലും. 5 മിനിറ്റ് ബോട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു, എന്തിനാണോ എന്തോ ഇങ്ങനെ മെനക്കെടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ വരുന്നത്. ഇയാളുടെ അടുത്ത് ബോട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെ വരാനൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനൊരു നേഴ്സല്ലേ, ഞാൻ തന്നെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്, ഒരു ഡോക്ടർ കൂടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ആദ്യം ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് അവൾ പറയും. അവൾ നോക്കുമ്പോൾ അവന്റെ ദേഹത്തേക്ക് ഒരു ചെലന്തി വന്ന് വീഴും. ഇയാളുടെ ദേഹത്തെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട, ഇയാളെ പരിചയപ്പെട്ടതിൽ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾക്ക് ഹെൽപ്പ് വേണമെന്ന് നമുക്ക് മനസ്സിലായാലും അയാൾ ആവശ്യപ്പെടാതെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, അത് ലൈൻ ക്രോസ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും വേണ്ട, ഇയാളുടെ ദേഹത്ത് ഒരു ചെലന്തി വീണിട്ടുണ്ട്, അത് വിഷമുള്ളതാണ്, അതുകൊണ്ട് അനങ്ങാതെയൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിൽക്കണമെന്ന് പറയും. ഇവ നോക്കുമ്പോൾ വലിയ ഒരെണ്ണമാണ്, അവനാകെ പേടിയാവും. ഇത് എടുക്കാനായിട്ട് പറയുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. പെട്ടെന്ന് ഇത് എടുത്ത് കളയാനായിട്ട് അവൻ വീണ്ടും പറയും. അങ്ങനെ അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൾ അത് എടുത്തു കൊടുക്കുന്നത്. ഇവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആൾതാമസം ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവള് വീണ്ടും വീണ്ടും പേര് വിളിക്കും, ആരും റെസ്പോണ്ട് ചെയ്യത്തില്ല. അങ്ങനെ ഇവള് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഡോജി ആണെങ്കിൽ ആളില്ലാന്ന് തോന്നുന്നു, നമുക്ക് തിരിച്ചു പോകാം, അടുത്ത ദിവസം വരാന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആളുണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് ചെന്ന് വീണ്ടും പേരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. ഇവൻ വീണ്ടും തിരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പെർമിഷൻ ഇല്ലാതെ ആരാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് വരും. ഇത് അയാൾക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് ഡോജി വീണ്ടും പറയും. വന്ന സ്ഥിതിക്ക് അയാളെ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഹാരിയും പറയും. ഹാരി നോക്കുമ്പോൾ അയാൾ സ്മോക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. സർജറി കഴിഞ്ഞതിന് ശേഷം സ്മോക്ക് ചെയ്യാനായിട്ട് പാടില്ല, അത് നിങ്ങളുടെ ജീവന് അപകടമാണെന്ന് അറിയത്തില്ലേ എന്ന് അവൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ എന്നെ ശല്യപ്പെടുത്താതെ പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടും. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എത്ര ടെൻഷനോട് കൂടിയാണ് നിങ്ങളുടെ മോള് ഞങ്ങളുടെ ഹെൽത്ത് സെന്ററിലേക്ക് വിളിച്ചതെന്ന് അറിയാവോ? അച്ഛന് ജീവിക്കാൻ ആഗ്രഹമില്ലാതെ ഇവിടെ സ്മോക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന് ഞാൻ ആ കുട്ടിയെ വിളിച്ച് പറയാൻ പോവാണ്. അച്ഛനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടണോ വേണ്ടയോ എന്ന് ആ കുട്ടി ഇനി തീരുമാനിക്കട്ടെ എന്നൊക്കെ ദേഷ്യത്തില് ഹാരി പറയും. ഇത് കേട്ടിട്ട് ഇയാൾ അവിടെ നിന്ന് വെട്ടുകത്തി എടുത്തോണ്ട് വന്ന് എന്റെ മോളെ വിളിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങളെ ഞാൻ തീർത്ത് കളയുന്ന പറയും. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്, ചെയ്തത് തെറ്റാണെന്ന് അറിയാം അല്ലേ എന്ന് ചോദിച്ച് അവൾ വീണ്ടും തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡോജി അവളെ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുപോകും. എന്തിനാണ് അയാൾക്ക് ദേഷ്യം വരുമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കും. അയാൾക്ക് ഇനിയും ജീവിക്കാനുള്ള ചാൻസ് ഉണ്ട്, സെക്കൻഡ് ചാൻസ് കിട്ടിയ ആളാണ്. അങ്ങനെയുള്ളവര് നന്ദിയോടെ ആ ലൈഫ് നന്നായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയല്ലേ വേണ്ടത്. ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാനായിരുന്നു അയാളുടെ സ്ഥാനത്തെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കിയേനെന്ന് ഹാരി അവനോട് പറയും. വഴി തെറ്റിയെന്ന് ഹാരിക്ക് മനസ്സിലാവും. അവളത് ഡോജി എടുത്ത് പറയുമ്പോൾ അവന് പേടിയാവും. നമുക്ക് 2 സൈഡിലേക്ക് പോയി പുറത്തേക്കുള്ള റോഡ് എങ്ങോട്ടേക്കാണെന്ന് കണ്ടുപിടിക്കാമെന്ന് ഹാരി പറയുന്നുണ്ടെങ്കിലും പേടി കാരണം ഒന്നിച്ച് നോക്കിയാൽ മതിയെന്ന് അവൻ പറയും. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കിനും താഴെ നിന്ന് ഡോക്ടർ ചിയോൺ വരുന്നത് കാണും. ലാസ്റ്റ് ബോട്ടും പോയി, നിങ്ങൾ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നിനി ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി വന്നാണെന്ന് പറഞ്ഞ് അവൻ ഹെൽമെറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഹെൽമെറ്റ് ഹാരിക്ക് കൊടുക്കും. അവൾ കയറി കഴിയുമ്പോഴത്തേക്കിനും 3 പേർക്ക് ഇതിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ എവിടെയാണ് കയറേണ്ടതെന്ന് ഡോജി ചോദിക്കും. ഇത് 2 പേർക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്കൂട്ടറാണ്, ഇയാളെ കൊണ്ടുപോകാൻ അടുത്ത ആൾ വരും എന്ന് പറഞ്ഞിട്ട് ചിയോൺ ഹാരിയെ മാത്രം കൂട്ടിപ്പോകും. മുറുകി പിടിച്ചോണെന്ന് ഡോക്ടർ ചിയോൺ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ അവനെയാണ് പിടിക്കുന്നത്. എന്നെ പിടിക്കാനല്ല, ഹാൻഡിൽ പിടിക്കാനാണ് പറഞ്ഞതെന്ന് അവൻ തിരുത്തി കൊടുക്കും. ഇയാൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ, ശരിക്കും ഇയാൾക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് അവൻ ചോദിക്കും. നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, എവിടെയാണെന്ന് പറയാമോ നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് ഫുഡ് വാങ്ങി തരുവാണെങ്കിൽ ഞാൻ പറയാമെന്ന് അവൻ പറയും. അവർ രണ്ടും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും ഡോജി അവിടെ ഇരിപ്പുണ്ടാവും. അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചെല്ലുന്നത് സ്പീഡിൽ ഓടിക്കുന്ന ഒരു ഫീമെയിൽ റൈഡറാണ്. അവൻ ജീവൻ കൈപ്പിടിച്ചിട്ടാണ് തിരിച്ചെത്തുന്നത്. അവർ കഴിക്കാൻ തുടങ്ങുമ്പോൾ ലീയും ഫ്രണ്ടും കൂടി അങ്ങോട്ടേക്ക് വരും. ഈ ഐലൻഡിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, എന്നെ കുടിച്ചു തോൽപ്പിക്കുകയാണെങ്കിൽ ഇയാൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാമെന്ന് ലീ അവനോട് പറയും. ഇത് കേൾക്കുമ്പോൾ ചിയോ പോകാനായിട്ട് എഴുന്നേക്കും. വേണ്ടാന്ന് ഹാരി അവനെ കണ്ണു കാണിക്കും. പക്ഷെ എനിക്ക് സമ്മതമാണെന്ന് ഡോജി അയാളുടെ അടുത്ത് പറയും. കുടിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവന് നല്ല ഡ്രിങ്കിങ് കപ്പാസിറ്റി ആണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും. ലാസ്റ്റ്
ബെറ്റിൽ കഴിക്കുന്നത് ഡോജിയാണ്. ലീ അന്നേരം ബോധമില്ലാതെ ചെന്നിട്ട് അവിടെ ഒരു മിററിൽ കൈവച്ച് പിടിക്കും. അയാളുടെ കൈ മുറിഞ്ഞ് ചോര ഒഴുകാനായിട്ട് തുടങ്ങും. അയാളെ അവരെ ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുവന്ന് കൈക്ക് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ വിരലൊക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യണം എന്ന് മനസ്സിലാവും. ഡോജി ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേനും ശിവം സമ്മതിക്കത്തില്ല. അവൻ ആൽക്കഹോൾ കുടിച്ചിട്ടുണ്ട്, അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്. പേഷ്യന്റ് പിന്നീട് ആൽക്കഹോൾ ഇൻഫ്ലുവൻസിലാണ് ഡോക്ടർ എന്തെങ്കിലും ചെയ്തതെന്നൊക്കെ പറയുവാണെങ്കിൽ അവന്റെ കരിയറിനെ തന്നെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അയാള് ഫിഷിംഗ് ബോട്ടിൽ പോകുന്ന ആളാണ്, അയാള് പോകാതിരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഹാരി പറയും. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഡോജിക്ക്. ഞാൻ ഓൾറെഡി വാൺ ചെയ്തതാണെന്ന് പറഞ്ഞ് ദേഷ്യത്തില് ശിവം അവിടുന്ന് റൂമിലേക്ക് പോകും. അപ്പോൾ അവന്റെ ആൽക്കഹോൾ ഇൻഫ്ലുവൻസ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്നത് 24 മണിക്കൂറിനകത്ത് മതി താനും. അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ ചെയ്തോളാം, ഇയാൾ റൂമിൽ പോകാൻ പറഞ്ഞിട്ട് അവൻ ഹാരിയെ പറഞ്ഞു വിട്ടിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. വെളുപ്പിനെ ആരോ വന്ന് വിളിക്കുന്ന കേട്ടിട്ടാണ് ഡോജി ഉണർന്ന് നോക്കുന്നത്. ഹാരി ആയിരിക്കും. 8 മണിക്കൂർ കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അവനെ ലീയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ഇയാൾ എന്താണ് റൂമിലേക്ക് പോകാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പേഷ്യന്റ് ഇല്ലായിരുന്നോ അതുകൊണ്ടാണെന്ന് അവള് പറയും. ഡോജിയുടെ കെട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹാരി അവിടെ വെയിറ്റ് ചെയ്തതാണ്. അങ്ങനെ അവര് സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്യും. ഇയാൾക്കെതിരെ പോയി കംപ്ലൈന്റ് കൊടുത്തു, പിന്നെ ഇന്നലെ അങ്ങനെ വെല്ലുവിളിച്ചു. ലീയുടെ അടുത്ത് ദേഷ്യമില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ ദേഷ്യമൊക്കെ ഉണ്ട്, എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ഡ്യൂട്ടിയാണ്, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവൾ ഇംപ്രസ്ഡ് ആവും. പിറ്റേ ദിവസം രാവിലെ ഉണരുമ്പോൾ കയ്യിലെ കെട്ട് കണ്ടിട്ട് എനിക്ക് ഫിഷിങ്ങിന് പോകാനുള്ളതാണെന്ന് പറഞ്ഞ് ലീ അവിടെ ബഹളം വെക്കും. തലേദിവസത്തെ കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മയില്ല. അന്നേരമാണ് പാർക്ക് ഡോജിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിഷും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ബോധമില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, വെറുതെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോകും. ഐലൻഡിലെ ഡ്രിങ്കിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള ആളെന്നുള്ള ഒരു ടൈറ്റില് ലീഗ് ഉണ്ടായിരുന്നു. അതാണ് തലേ ദിവസം അയാൾക്ക് നഷ്ടമായത്. എല്ലാ വർഷവും ഇലക്ഷൻ നിൽക്കാറുണ്ട്, പക്ഷെ എപ്പോഴും ജയിക്കുന്നത് പാർക്കാണ്. ഇതും കൂടി ഇല്ലാതായപ്പോൾ അയാൾക്ക് ആകെ നാണക്കേട് തോന്നിയിട്ടുണ്ടാവും. ആ ദേഷ്യമായിരിക്കും ഇയാളോട് കാണിച്ചത്, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ഡോജി എടുത്ത് ഹാരി പറയും. എന്നാലും അത് എന്നോട് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അവരത് മാസ്ക് ചെയ്യുന്നത് ദേഷ്യമായിട്ട് പുറത്ത് കാണിച്ചിട്ടാണെന്ന് അവൾ പറയും. പെട്ടെന്ന് അവന് തലേദിവസം കാണാൻ പോയ കിമ്മിനെയാണ് ഓർമ്മ വരുന്നത്. അയാൾ ആ വെട്ടുകത്തി എടുക്കുമ്പോൾ എന്തോ ഒന്ന് കാലിലേക്ക് വീണ് അയാളുടെ കാല് ബ്ലീഡ് ചെയ്യുന്ന അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കിമ്മിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് അന്നേരം തന്നെ അവൻ അവിടുന്ന് ഇറങ്ങും. പുറകെ ഹാരിയും അവന്റെ കൂടെ ചെല്ലും. അവർ ചെല്ലുമ്പോൾ അയാൾ പെട്ടെന്ന് സോക്സ് എടുത്തിടും. എനിക്ക് നിങ്ങളുടെ കാലൊന്ന് പരിശോധിക്കണം എന്ന് ഡോജി പറയുമ്പോഴത്തേക്കിനും അയാളെ ദേഷ്യത്തിൽ അവിടെ നിന്ന് എന്തോ ഒന്ന് എടുത്തെറിയും. അത് ഹാരിയുടെ കാലിനടുത്ത് വീണാണ് പൊട്ടുന്നത്. അവൻ ഞെട്ടി നോക്കുമ്പോഴത്തേക്കിനും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിച്ചെന്ന് അയാളെ പിടിക്കും. അങ്ങനെ ഇവൻ നിർബന്ധിച്ച് അയാളുടെ സോക്സ് മാറ്റി നോക്കുമ്പോൾ കാല് മുഴുവൻ പഴുത്തിരിക്കുകയാണ്. അയാൾ ഡയബറ്റിക് ആയിരുന്നു. ഇതൊരു ചെറിയ മുറിവ് മാത്രമാണെന്ന് പറഞ്ഞ് അയാൾ തർക്കിക്കുമ്പോൾ ഞാനൊരു ഡോക്ടറാണ്, എന്നോട് കള്ളം പറയരുത്, ഞാൻ എത്രയെങ്കിലും ആളുകളുടെ കാലൊക്കെ ഇതുപോലെ സർജറി ചെയ്തിട്ടുണ്ട്. ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ കാലും നോർമൽ കാലും കൂടി കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാല് തന്നെ നഷ്ടപ്പെടും. ചിലപ്പോൾ നിങ്ങൾ സെപ്സിസ് വന്നിട്ട് മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറയും. ഇത് എന്റെ കാര്യമാണ്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ ദയവ് ചെയ്ത് ഇത് എന്റെ മോളെ അറിയിക്കരുതെന്നാണ് അയാൾ പറയുന്നത്. എത്രയൊക്കെ നോക്കിയിട്ടും അവർക്ക് അയാളെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവർ തിരിച്ചിറങ്ങുന്നുണ്ടേ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് ഹാരി വീണ്ടും അകത്തേക്ക് ചെല്ലും. ഡോജി നോക്കുമ്പോൾ അവള് അകത്ത് പോയി അയാളുടെ ഫ്രണ്ടിൽ മുട്ടുകുത്തി നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ബെഗ് ചെയ്യുന്നതാണ് കാണുന്നത്. രണ്ടുപേരും സങ്കടത്തിലാണ് തിരിച്ചു വരുന്നത്, ഒന്നും സംസാരിക്കുന്നില്ല. ഹെൽത്ത് സെന്ററിൽ വന്നു കഴിയുമ്പോൾ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പുണ്ടായിരിക്കത്തില്ലേ, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് അവൾ ചോദിക്കും. അങ്ങനെ അവനാണ് നൂഡിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനല്ലേ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു, ഇയാളാണ് എന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് ഞാൻ എന്റെ കടം വീട്ടിയതാണെന്ന് പറയും. സ്പൈഡറിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇയാളെ എനിക്ക് തിരിച്ചൊരു ഹെൽപ്പ് ചെയ്യേണ്ടി വരും, അത് എന്താണെന്ന് ഞാൻ സമയമാകുമ്പോൾ പറയാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ആരോ അങ്ങോട്ടേക്ക് വന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവർ ചെന്ന് നോക്കുമ്പോൾ അത് കിമ്മാണ്. എന്നെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് അയാൾ അവരോട് ചോദിച്ചു. നിങ്ങളിത് ട്രീറ്റ് ചെയ്താൽ എനിക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അയാൾ ഡോജിയെടുത്ത് ചോദിക്കുമ്പോൾ പറ്റുമെന്ന് അവൻ ഉറപ്പ് കൊടുക്കും. അയാളുടെ മുറിവൊക്കെ ഡ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഹാരി അപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സ് മാറ്റിയതെന്ന് ഡോജി അയാളോട് ചോദിക്കും. ഞാൻ മരിക്കുന്നിടം വരെ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം, നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുതെന്നാണ് വീണ്ടും ഹാരി ചെല്ലുമ്പോൾ അയാൾ ദേഷ്യത്തിൽ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മകളെ പറ്റി ഓർക്കാത്തത് എന്താണ്? ആ കുട്ടി നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ എത്രമാത്രം വിഷമിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഓർക്കാത്തത്? നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ആ കുട്ടിക്ക് ബാക്കിയുണ്ടാവും. അതിന് അവസരം ഉണ്ടാക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ അവർക്കൊരു ചാൻസ് കൊടുത്തുകൂടെ? ജീവിച്ചിരിക്കുന്നതിൽ ഒരിക്കലും കുറ്റബോധം തോന്നരുത്, അത് നിങ്ങളുടെ ഫാമിലിയെ വേദനിപ്പിക്കുന്ന ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു എന്ന് ഡോജി എടുത്ത് അയാൾ പറയും. എന്റെ വൈഫ് അസുഖമായിട്ട് കിടന്നപ്പോൾ അവൾ ആ ഒരു
ചിന്തയോടുകൂടി ദിവസങ്ങളിൽ തള്ളി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നിട്ട് അവസാനം അത് തന്നെയാണ് ഞാൻ എൻ്റെ മോളോട് ചെയ്തതെന്നും പറഞ്ഞിട്ട് അയാൾ പൊട്ടിക്കരയും. അയാളെ ട്രീറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാരിയുടെ കാലിലെ മുറിവ് ഡോജി ശ്രദ്ധിക്കും. അവനാണ് അത് വന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും അയാളെ കാണാൻ പോകണം എന്ന് തോന്നിയതെന്ന് ചോദിക്കുന്നുണ്ടേ. ഇയാളല്ലേ പറഞ്ഞത് സീക്രട്സ് ഹൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന്. അതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി പോയതാണെന്ന് അവൻ പറയും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ എന്താണ് ഹൈഡ് ചെയ്യുന്നതെന്ന് അവൾ അവനോട് ചോദിക്കും. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ ഡോക്ടറും ദേഷ്യപ്പെടാറുണ്ടല്ലോ, എന്ത് സീക്രട്ട് ആണ് ഡോക്ടർ ഹൈഡ് ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ മിണ്ടാതിരിക്കും. പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട, ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം എന്ന് അവൾ പറയും. നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് കിം അയാളുടെ മോളുടെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കും. ഡോജിയും ഹാരിയും കൂടി അയാളെ ഷിപ്പിൽ കയറ്റി വിടും. അവരോട് രണ്ടുപേരോടും അയാൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയും. അവര് തിരിച്ച് പോകാനായിട്ട് തുടങ്ങുമ്പോൾ പാർക്ക് അങ്ങോട്ടേക്ക് അയാളുടെ വണ്ടിയിൽ വരും. ഇവര് അയാളെ ഗ്രീറ്റ് ചെയ്ത് എവിടെ പോയേക്കുമായിരുന്നു, എവിടെ പോയിട്ട് വരുവാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അയാള് വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്ത് അതിൽ നിന്ന് വേസ്റ്റ് എടുത്ത് ഡോജിയുടെ തലയിലേക്ക് ഒഴിക്കും. ഹാരി ഷോക്ക്ഡ് ആയിട്ട് നോക്കി നിൽക്കും. നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞതെന്നാണ് അയാള് ഡോജിയെടുത്ത് ചോദിക്കുന്നത്.